ബിഗ് ബോസിന്റെ ബിഗ് ട്വിസ്റ്റ്. അതെ, അഭിഷേക് ക്യാപ്റ്റനായിട്ട് മാറി. റാങ്കിങ് ടാസ്ക് അവസാനിച്ചപ്പോൾ പ്രതീക്ഷിച്ച പോലെ ഒരു റാങ്കിങ് ടാസ്ക് അല്ലായിരുന്നു. ഈ പറഞ്ഞ കണക്ക് പ്രൊമോക്കകത്ത് വലിച്ച് കീറി എല്ലാവരും ഒട്ടിക്കുന്ന കണക്ക് കാണിച്ചെങ്കിലും ഇവർക്ക് കളിക്കായിരുന്നു. ഇവരാരും കളിച്ചില്ല. എല്ലാവരും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഞാൻ അവിടെ പോയി നിൽക്കാം, അവിടുത്തെ പൊസിഷൻ അത് നഷ്ടപ്പെടുമ്പോഴത്തേക്ക് ഇവർ മുന്നോട്ട് വരുന്നില്ല. ഇവർ പോയി എന്നെ പേടി, ഞാൻ പോയി അവിടെ നിന്നോളാം, ആ ഒരു ലെവലാണ്. ഇന്ന് വരെ ഒരു റാങ്കിങ് ടാസ്കിലും ഈ ഒന്നാമത് നിന്നിട്ടുള്ള ആളും രണ്ടാമത് മൂന്നാമതൊക്കെ നിന്നിട്ടുള്ള ആളുകളും പിറകിലേക്ക് പോയിട്ടേ ഉള്ളൂ. ഇതെങ്ങനെയാണോ എന്തോ ലൈവിൽ എന്താണ് നടന്നത് പറയാം. അഭിഷേക് എങ്ങനെയാണ് ക്യാപ്റ്റനായിട്ട് മാറിയത്? ബിഗ് ബോസിൻ്റെ ബിഗ്ഗസ്റ്റ് ട്വിസ്റ്റാണ് ഇപ്പോൾ ലൈവിൽ നടന്നിരിക്കുന്നത്. പറയാം. വെൽക്കം ബാക്ക് ടു അൻസിഫ് മൂൺലൈറ്റ് മീഡിയ. ഐ ആം അൻസിഫ്. വീഡിയോ ആദ്യം കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അങ്ങനെ ഈ പറഞ്ഞ പോലെ നമ്മുടെ 6th വേണ്ടിയിട്ട് സായിയും ശ്രീതും കൂടെ അടികൂടി എല്ലാവരും കൂടെ വോട്ടിട്ട് സായിക്ക് 6th പൊസിഷൻ കൊടുക്കുവാണ്. അപ്പോൾ ആദ്യം 6th പൊസിഷൻ കൊടുക്കുന്നത്, അതുവരെ ഒരു പൊസിഷനും ആർക്കും കൊടുത്തിട്ടില്ല. അടുത്ത് 5th പൊസിഷന് വേണ്ടി അടിയാണ് ജാസ്മിനും ഋഷിയും കൂടി. ഋഷി പറയുന്നത് ഞാൻ ഇവിടെ എന്തൊക്കെയോ കാണിച്ചു, കുറേ ഞാനിവിടെ ഡാൻസ് ടാസ്ക് എല്ലാം പ്ലേ ചെയ്തു എന്നാണ്. ജാസ്മിൻ പറയുന്നത് എനിക്ക് കുറേ തെറ്റ് പറ്റിയിട്ടുണ്ട്, അങ്ങനെയാണ് ഇങ്ങനെയാണ്, ഞാനിവിടെ എല്ലാം നിന്നിട്ടുണ്ട്, എനിക്ക് 5th പൊസിഷനിൽ നിന്ന് ഇമ്പ്രൂവ് ചെയ്ത് 1ിലോട്ട് വരണം എന്നാണ്. അപ്പോൾ സിജോ പറയുന്നത് ഋഷിയാണ് ഇവിടെ നിൽക്കാൻ അർഹൻ, ജയിലിൽ വന്ന് ഇവിടെ കിടന്ന് ഇഷ്ടംപോലെ തവണ കിടന്ന ജാസ്മിൻ അല്ല അർഹ. ഒത്തിരി തെറ്റുകൾ, പുറത്ത് ഒത്തിരി നെഗറ്റീവ് എല്ലാം വാരിക്കൂട്ടിയ ആളാണ് ജാസ്മിൻ. അപ്പോൾ റസ്മിൻ ആണെങ്കിലോ ജാസ്മിനെ സപ്പോർട്ട് ചെയ്യുന്നു. എല്ലാവരും ജാസ്മിന് എതിരെ. അങ്ങനെ ഋഷിക്ക് 5th പൊസിഷൻ കിട്ടുന്നു. അടുത്ത 4th വേണ്ടി വീണ്ടും ശ്രീതുവും റസ്മിനും കൂടിയാണ് അടി. 6th നിന്നും അടി മാറ്റി അടുത്ത് ശ്രീതു റസ്മിൻ്റെ കൂടെ അടി ഉണ്ടാക്കാൻ 4th വന്നു. ആർക്കും താല്പര്യമില്ല, രണ്ടുപേർക്ക് കൊടുക്കാനും താല്പര്യമില്ല, രണ്ടുപേരും കണക്കാണെന്നാണ് പറയുന്നത്. അവസാനം എന്ത് ചെയ്യുന്നു, എല്ലാവരും കൂടി ഒരു വിധം ഇവരിൽ ആർക്കെങ്കിലും കൊടുക്കാം എന്നുള്ള രീതിക്ക് ശ്രീതുവിന് 4th കൊടുക്കുന്നു. അടുത്ത 3rd പൊസിഷന് വേണ്ടി നോറ ഒറ്റയ്ക്ക് നിന്ന് ഫൈറ്റാണ്. ഒരു മനുഷ്യനും നോറയ്ക്ക് 3rd കൊടുക്കുന്നില്ല, ആരും കൊടുക്കുന്നില്ല. അടുത്ത 2nd പൊസിഷന് വേണ്ടിയിട്ടുള്ള മത്സരത്തിൽ ഒന്നും നടക്കുന്നില്ല. ജിൻഡോ അവിടെ നിൽക്കുന്നു, ആരും ഒന്നും പറയാനോ എടുക്കാനോ ഒന്നിനും പോകുന്നില്ല. ജിൻഡോയ്ക്ക് അത് കിട്ടുന്നുണ്ട്. ഈ പറഞ്ഞ പോലെ എല്ലാവരും കൂടെ മത്സരത്തിൽ ജിൻഡോയ്ക്ക് അത് കിട്ടുന്നുണ്ട്. 1st പൊസിഷൻ ബാക്കി നിൽക്കുവാണ്. ഇവർ അടിയും ബഹളമായിട്ട് ഒന്നും നടക്കുന്നില്ല. അപ്പോൾ ബിഗ് ബോസ് എന്തെങ്കിലും ഒരു തീരുമാനമാക്കാൻ പറയുന്നത്. അപ്പം 1st പൊസിഷന് വേണ്ടി അപ്സര, അഭിഷേക്, സിജോ, നന്ദന, ഇവർ 4 പേർക്കും ഓരോ മിനിറ്റ് സംസാരിക്കാൻ സമയം കൊടുക്കുന്നു. അതിനെ വീട്ടുകാർ ഒപ്പോസ് ചെയ്യുന്നു. അങ്ങനെ ഇനി ഭൂരിപക്ഷം നോക്കിയിട്ടാണ് തീരുമാനിക്കുന്നത്. അങ്ങനെ 1st പൊസിഷനിൽ അഭിഷേക് ശ്രീകുമാർ, 2nd പൊസിഷനിൽ ജിൻഡോ, 3rd പൊസിഷനിൽ അർജുൻ. അതെ, അർജുൻ 3rd അർജുനും നോറയും കൂടിയിട്ട് നോറ അവിടെ ഫൈറ്റ് ചെയ്യുന്നുണ്ട്. അർജുൻ അവിടെ പറയുന്നുണ്ട്. അർജുൻ്റെ കുറേ കാര്യങ്ങൾ അത് ഞാൻ വിട്ടുപോയി. അർജുൻ പറയുന്നുണ്ട്. അങ്ങനെ അർജുൻ അവിടെ നിൽക്കുവാണ്. 3rd അർജുൻ, 4th ശ്രീതു, 5th ഋഷി, 6th സായി, 7th അൻസിബയുടെ അടുത്തൊന്നും ആരും ഒന്നും പറയുന്നില്ല. 8th റസ്മിൻ, 9th നോറ. നേരത്തെ ഔട്ടായവരൊക്കെ ഇങ്ങോട്ട് വരണം. 9th നോറ. അതായത് ഈ പറഞ്ഞ പോലെ 6th മുകളിലോട്ട് 1 2 3 4 5 6 പേർക്ക് ഇവർ പൊരുതി നേടിയത്. ബാക്കി അങ്ങോട്ട് അടിയൊന്നുമില്ല, തോന്നിയെടുത്ത് പോയി നിൽക്കുകയാണ്. ഔട്ടായവർ 7th അൻസിബ വന്ന് നിൽക്കുന്നു, ഒരു പരാതിയില്ല. 8th റസ്മിൻ വന്ന് നിൽക്കുന്നു, നോ പരാതി. 9th നോറ, നോ പരാതി. 10th ജാസ്മിൻ, 11th സിജോ, 12th അപ്സര, 13th നന്ദന. അങ്ങനെ വന്ന് നിൽക്കുകയാണ്. അപ്പോഴാണ് ബിഗ് ബോസ് അവസാനിച്ചു. ഒരു ബിഗ്ഗസ്റ്റ് ട്വിസ്റ്റ് ഉണ്ട്. 1ാം സ്ഥാനത്തിനൊരു സമ്മാനമുണ്ട്. 11ാം ആഴ്ചയിലെ ക്യാപ്റ്റൻസി അഭിഷേക് ശ്രീകുമാറിന് ക്യാപ്റ്റൻ ബാൻഡ് കൈമാറുക നന്ദന. അങ്ങനെ അഭിഷേക് ഓട്ടോമാറ്റിക് ക്യാപ്റ്റനായി മാറിയിരിക്കുകയാണ്. ബിഗ് ബോസ് തന്നെ ഡയറക്റ്റ് ക്യാപ്റ്റൻ ആക്കിയിരിക്കുകയാണ്. അപ്പം അഭിഷേക് സേവ്ഡായി. അതായത് ഈ ആഴ്ച എന്തായാലും അഭിഷേക് പുറത്ത് പോകത്തൊന്നുമില്ല, നമുക്കറിയാം. എന്തായാലും അഭിഷേക് പുറത്ത് പോകത്തില്ല. ഇപ്പോൾ ഇന്ന് മിഡ് വീക്ക് ആയാലും വരുന്ന ശനിയാഴ്ച ആയാലും ഈ പറഞ്ഞ പോലെ അഭിഷേക് പുറത്ത് പോകത്തില്ല. പക്ഷേ അടുത്ത ആഴ്ചയിലെ ക്യാപ്റ്റൻ അല്ല, ഈ ആഴ്ചയിലെ ക്യാപ്റ്റനാണ്. അപ്പോൾ സ്പെഷ്യൽ കൺസിഡറേഷൻ ഒന്നും കിട്ടത്തില്ല, നോമിനേഷൻ ഫ്രീ ഒന്നും ആവത്തില്ല ക്യാപ്റ്റൻ. കാരണം ഇന്നിപ്പോൾ വീക്കെൻഡ് കഴിഞ്ഞിട്ട് നാളെ പുതിയ നോമിനേഷൻ വരത്തില്ല. ഈ നോമിനേഷൻ തന്നെയായിരിക്കും കണ്ടിന്യൂ ചെയ്യുന്നത്. എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത്. അപ്പോൾ നോമിനേഷൻ കണ്ടിന്യൂ ചെയ്യുമ്പോഴത്തേക്കും അതിൽ എവിക്ഷനും ഇതിനകത്ത് തന്നെയായിരിക്കും നടക്കുന്നത്. അപ്പം അഭിഷേക് ഈ പറഞ്ഞ പോലെ എവിക്ഷൻ ഇത് ഫ്രീ ആവത്തില്ല. മനസ്സിലായോ? അല്ലാന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഇത് അടുത്ത ആഴ്ച കൊടുക്കണം. അടുത്ത ആഴ്ച ടിക്കറ്റ് ഫിനാലെ വീക്കാണ്. അത് കഴിഞ്ഞിട്ടുള്ള വീക്കിൽ ടിക്കറ്റ് ഫിനാലെ ഒരാൾ മാത്രമേ സേവ് ആവത്തുള്ളൂ, ബാക്കിയുള്ളവർ ഡയറക്റ്റ് വരും. ഒരൊറ്റ ആഴ്ചയും കൂടെ ഉള്ളൂ നോമിനേഷൻ. അപ്പോൾ ഇതാണ് ഇപ്പോൾ ലൈവിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇനി അതിൻ്റെ അടുത്ത അപ്ഡേറ്റുമായിട്ട് ഞാൻ വരാം, വിശേഷമായിട്ട് വരാം. ബോണസ് ടാസ്ക് ഉണ്ടോ എന്ന് അറിയത്തില്ല, അതിൻ്റെ കാര്യങ്ങളൊക്കെ ആയിട്ട് വരാം. അപ്പോൾ അതുവരേക്കും ബൈ ആൻഡ് ടേക്ക് കെയർ.